കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊബൈൽ നോക്കി 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 മടുത്ത് കണ്ണടിച്ചു പോവുക. അപ്പം ഒരു ടി വി വാങ്ങിക്കാമെന്ന് വെച്ച് ടി വിയുടെ വില തിരക്കി. മൊബൈലിനെക്കാട്ടി കൂടുതൽ വില കൊടുക്കണം ടി വിക്ക്. അപ്പം നമുക്ക് നാട്ടിൽ പോകുമ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകാനും പറ്റത്തില്ല. ഇവിടെ ഒരു ടി വി ഉണ്ട്, ജാമ്പവാന്റെ കാലത്തെ ടി വിയാണ്. 50 വർഷം പഴക്കമുണ്ട്. ഒരു കാര്യമില്ല, വെറുതെ ചത്തിരിക്കുകയാണ്. അതിൻ്റെ പരിഹാരമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് ഒരു LCD ടി വി വാങ്ങാനോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങാനോ ഒന്നുമല്ല. ഞാൻ തിരഞ്ഞെടുത്തത് ഒരു പ്രൊജക്ടർ വാങ്ങുക. ചെറിയൊരു പ്രൊജക്ടർ വാങ്ങിയാലേ നമുക്ക് ഭിത്തിയിലൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് നമുക്ക് രാത്രി ഇരുന്ന് കാണാൻ പറ്റും. ലൈറ്റ് ഓഫ് ചെയ്താൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത് LCD ടി വിയെക്കാട്ടും പവർഫുള്ളായിട്ടുള്ള നല്ല സൂപ്പർ ക്ലാരിറ്റിയോട് കൂടി നമുക്ക് സിനിമ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സാധനം ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചാണ്. എൻ്റെ റൂമ് ഈ ഭിത്തിയിലേക്കാണ് നമ്മളത് സെറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത്. അതാകുമ്പോൾ നല്ല വലിയ വൈഡായിട്ടുള്ള ഭിത്തിയാണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ആ ജാമ്പവൻ ഇരിക്കുന്നത്. മറ്റേ ഭിത്തികളിലൊന്നും അങ്ങനെ നമുക്ക് സൗകര്യമില്ല. അതൊക്കെ ഇവിടെ നമ്മൾ കിടക്കുന്നത്, ഞാൻ കിടക്കുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഈ ഭിത്തിയിലേക്ക് അടിച്ചിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നത്. ഈ ടേബിൾ എടുത്ത് ഇതിൻ്റെ മുകളിൽ വെക്കാം. ഈ ടേബിൾ എന്ന് വെച്ചാൽ ഈ ഹൈറ്റിൽ നേരെ ഈ പൊസിഷനിൽ നമുക്ക് ഈ ഭിത്തി കംപ്ലീറ്റ് നിറച്ച് കാണാൻ പറ്റും. ഇതാണ് ഞാൻ മേടിച്ച പ്രൊജക്ടർ ഉണ്ടല്ലേ. ഇതാണ് പ്രൊജക്ടർ. നമുക്ക് ഇതിനകത്ത് USB കണക്ട് ചെയ്യാം, അതുപോലെ എല്ലാം നമ്മുടെ HDMI കണക്ട് ചെയ്യാം, മെമ്മറി കാർഡ് ഇടാം, എല്ലാം ചെയ്യാം. അതുപോലെ അതിൻ്റെ സ്വിച്ചുകളൊക്കെ ഇവിടെയാണ്, ഓൺ ഓഫ് ചെയ്യുന്ന സ്വിച്ചുകളൊക്കെ. ഇത് സൂം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ലെൻസ് ഇവിടെയാണ് വരുന്നത്, കണ്ടോ, ഇതാണ് ലെൻസ്. അപ്പോൾ ഇത് നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ പവർ കോഡുണ്ട്, നല്ല നീളമുള്ള പവർ കോഡാണ്. ഇത് പവർ കോഡ് കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്യാമേ. ഇവിടെ നോക്കാം. ഇവിടെ വെച്ചിട്ട് പവർ കോഡ് കണക്ട് ചെയ്തിട്ട് വേണം സ്വിച്ച് ഇടാൻ. സ്വിച്ച് ഇട്ടിട്ട് പോയി പവർ കോഡ് കണക്ട് ചെയ്യാൻ പാടില്ല. പവർ കോഡ് കണക്ട് ചെയ്തു. ഇനി പവർ സപ്ലൈ ഓൺ ചെയ്യാം. അപ്പോൾ പ്രൊജക്ടർ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തെ മീഡിയ സെലക്ട് ചെയ്യാം. ഒരു സിനിമ ഇട്ട് നോക്കാം. എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. ലൈറ്റ് നിർത്തിയാൽ സൂപ്പർ ക്ലാരിറ്റി ആയിരിക്കും. അപ്പൊ നമുക്ക് ലൈറ്റ് നിർത്തി നോക്കാം. കണ്ടില്ലേ, ഇതാണ്. അടിപൊളിയാണ്, സെറ്റപ്പാണ്. റൂം നിറച്ച് തിയേറ്ററാണ്. അടിപൊളിയായിട്ട് പടം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമ്മുടെ റൂമിൽ തിയേറ്റർ നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പൊ ഇനി നമുക്ക് ലൈറ്റ് നിർത്തിയിട്ട് ഇതിന്റെ ആ പവർ എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, ഞാൻ ലൈറ്റ് നിർത്താൻ പോണേ. കാണാം, ലൈറ്റ് നിർത്തിയുള്ള കാഴ്ചയാണ് കാണുന്നത്. അടിപൊളി ക്ലിയർ. അപ്പോൾ അടിപൊളി ക്ലിയർ ആണ്, ഒരു രക്ഷയുമില്ല. ഇതിലൊരെണ്ണം വാങ്ങി വെച്ചാൽ നമ്മുടെ വീട്ടിലെ
സൂപ്പർ അടിപൊളി ഡോൾബി തിയേറ്ററാണ്. അപ്പോൾ ഇതുപോലൊരു സാധനം വാങ്ങി വീട്ടിൽ ഫിക്സ് ചെയ്താൽ സൂപ്പറായിട്ട് നമുക്ക് പിന്നെ നല്ല അടിപൊളി സിനിമകൾ നമ്മുടെ വീട്ടിലിരുന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ലൈറ്റ് ഇടാൻ പോകണം വീട്ടിൽ. കൂട്ടുകാരെ, വലിയ സംഭവമൊന്നുമല്ല, ഒരു ചെറിയ സിമ്പിൾ സംഭവമാണ്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിന് അതിഭയങ്കരമായ നന്ദി പറയുന്നു. എല്ലാവർക്കും താങ്ക്സ്. പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. ജാമ്പവാൻ ഉടരിപ്പുണ്ട്.